നമസ്കാരം. പ്രപഞ്ചത്തിൻ്റെ അനന്തമായ വിസ്മയങ്ങളിൽ ഒന്നാണ് നക്ഷത്രാനന്തര സഞ്ചാരികൾ. കോടിക്കണക്കിന് നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും നിറഞ്ഞ ഈ മഹാപ്രപഞ്ചത്തിൽ നമ്മുടെ സൗരയൂഥത്തിന് പുറത്തുനിന്ന് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന വസ്തുക്കൾ ശാസ്ത്രലോകത്തിന് എപ്പോഴും എന്നും വലിയ കൗതുകമാണ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളും ആസ്ട്രോയിഡുകളും ധൂമകേതുക്കളും എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള പഠനം ദശകങ്ങളായി തുടരുമ്പോൾ പുറത്തുനിന്നെത്തുന്ന ഇത്തരം അതിഥികൾ ആ അറിവുകൾക്ക് പുതിയ മാനം നൽകുന്നു. അത്തരത്തിൽ നമ്മുടെ സൗരയൂഥത്തിലൂടെ കടന്നുപോകുന്ന അന്യഗ്രഹങ്ങളിൽ പ്രവിയെടുത്ത മൂന്നാമത്തെ വസ്തുവായി കണ്ടെത്തിയ ധൂമകേതുവാണ് 3 അറ്റ്ലസ്. ശാസ്ത്രലോകം വലിയ ആകാംക്ഷയോടെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ധൂമകേതുവിൻ്റെ രാസഘടനയിൽ അത് സൂര്യനോട് അടുത്തപ്പോൾ പ്രകടമായ മാറ്റങ്ങൾ സംഭവിച്ചു എന്ന് സമീപകാലത്ത് നടത്തിയ ഒരു പഠനം വെളിപ്പെടുത്തുന്നു. സൗരയൂഥത്തിന് പുറത്തുനിന്നെത്തുന്ന ഇത്തരം ധൂമകേതുക്കൾ കേവലം ആകാശക്കാഴ്ചകൾ മാത്രമല്ല, അവ മറ്റൊരു നക്ഷത്ര വ്യവസ്ഥയുടെ ഉൽപ്പന്നങ്ങളാണ്. മറ്റൊരു നക്ഷത്രത്തിൻ്റെ ചുറ്റുവട്ടത്ത് ഗ്രഹങ്ങളും പാറക്കെട്ടുകളും ധൂമകേതുക്കളും രൂപക്കൊള്ളുമ്പോൾ നിലനിന്നിരുന്ന അസംസ്കൃത വസ്തുക്കളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇവയിൽ അടങ്ങിയിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ 3 അറ്റ്ലസിനെ പോലെയുള്ള ഒരു വസ്തുവിനെ പഠിക്കുന്നത് നമ്മുടേതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു നക്ഷത്ര വ്യവസ്ഥയുടെ ഉത്ഭവത്തെയും പരിണാമത്തെയും കുറിച്ച് പഠിക്കുന്നതിന് തുല്യമാണ്. 2026 ജനുവരി 7 ഹവായിലെ മൗനാകിയ കൊടുമുടിക്ക് സമീപമുള്ള 8.2 മീറ്റർ സുബാരു ടെലസ്കോപ്പ് ഉപയോഗിച്ച് നടത്തിയ നിരീക്ഷണങ്ങളിലാണ് ഈ ധൂമകേതുവിനെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ നൽകുന്നത്. ജപ്പാനിലെ കോയാമ സ്പേസ് സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഗവേഷകനായ യോഷിഹാരു ഷിന്നാക്കയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ പഠനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്. ധൂമകേതുക്കളെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കുന്നത് അവയെ പൊതിഞ്ഞിരിക്കുന്ന വാതക മേഘത്തെയാണ്. ഇതിനെ കോമ എന്ന് വിളിക്കുന്നു. ധൂമകേതുക്കൾ സൂര്യനോട് അടുക്കുമ്പോൾ അതിലെ ഐസ് ഉരുകി വാതകമായി മാറുന്ന പ്രക്രിയയാണ് സബ്ലിമേഷൻ. ഈ പ്രക്രിയയിലൂടെ പുറത്തു വരുന്ന വാതകങ്ങളാണ് കോമയായി മാറുന്നത്. 3 അറ്റ്ലസിൻ്റെ കാര്യത്തിൽ സൂര്യനോട് അടുക്കുമ്പോൾ ഈ വാതകത്തിൻ്റെ ഘടനയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചതായി ഗവേഷകർ നിരീക്ഷിച്ചു. 2025 ഒക്ടോബർ 29 സൂര്യനോട് ഏറ്റവും അടുത്ത ഘട്ടത്തിന് ശേഷം ഇതിൻ്റെ കോമയിലെ കാർബൺ ഡൈ ഓക്സൈഡും ജലവും തമ്മിലുള്ള അനുപാതത്തിൽ മാറ്റം വന്നതായി കണ്ടെത്തി. ഈ മാറ്റം കേവലം രാസഘടനയിലുള്ള വ്യത്യാസം മാത്രമല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് ആ ധൂമകേതുവിൻ്റെ ആന്തരിക ഘടനയെക്കുറിച്ചുള്ള നിർണായകമായ സൂചനകൾ കൂടി നൽകുന്നുണ്ട്. ഒരു ധൂമകേതുവിൻ്റെ പുറംഭാഗവും ഉള്ളിലെ കാമ്പും ഒരേ രാസഘടനയിലല്ല എന്ന് വേണം ഈ കണ്ടെത്തലിൽ നിന്ന് മനസ്സിലാക്കാൻ. സൂര്യൻ്റെ തീവ്രമായ ചൂടേൽക്കുമ്പോൾ ആദ്യം ഉപരിതലത്തിലെ ഐസാണ് വാതകമായി മാറുന്നത്. എന്നാൽ ധൂമകേതു സൂര്യനോട് കൂടുതൽ അടുക്കുമ്പോൾ അതിൻ്റെ ആഴത്തിലുള്ള ഭാഗങ്ങളിലെ വസ്തുക്കൾ കൂടി പുറത്തു വരുന്നു. പുറംഭാഗത്തെ രാസഘടനകളിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് ഉൾഭാഗത്തെ രാസഘടന എന്ന് ഇത് വ്യക്തമാക്കുന്നു. സൗരയൂഥത്തിനകത്തുള്ള ധൂമകേതുക്കളെക്കുറിച്ച് നമുക്കുള്ള അറിവുകൾ ഉപയോഗിച്ച് പുറത്തുനിന്നെത്തിയ ഈ അതിഥിയെ വിലയിരുത്താൻ സാധിക്കുന്നത് വലിയൊരു നേട്ടമാണ്. സൗരയൂഥത്തിനുള്ളിലെയും പുറത്തെയും ധൂമകേതുക്കളെ തമ്മിൽ താരതമ്യം ചെയ്യാനും അവയുടെ പരിണാമഘട്ടങ്ങളിലെ സമാനതകളും വ്യത്യാസങ്ങളും മനസ്സിലാക്കാനും ഈ പഠനം സഹായിക്കുന്നു. വരും വർഷങ്ങളിൽ വാനനിരീക്ഷണത്തിനായി അത്യാധുനിക ടെലസ്കോപ്പുകൾ പ്രവർത്തനസജ്ജമാകുമ്പോൾ ഇനിയും ധാരാളം നക്ഷത്രാനന്തര വസ്തുക്കളെ കണ്ടെത്താൻ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. ഇത്തരം പഠനങ്ങൾ നമ്മുടെ സ്വന്തം സൗരയൂഥത്തിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് മാത്രമല്ല, ഈ പ്രപഞ്ചത്തിലെ മറ്റ് നക്ഷത്ര വ്യവസ്ഥകളിൽ ഗ്രഹങ്ങൾ എങ്ങനെ ഉത്ഭവിച്ചു എന്നതിനെക്കുറിച്ചും കൂടുതൽ ആഴത്തിലുള്ള അറിവ് നൽകും. 3 അറ്റ്ലസ് ഒരു തുടക്കം മാത്രമാണ്. ആകാശഗംഗയുടെ വിശാലത്തിൽ ഒഴുകി നടക്കുന്ന ഇത്തരം പ്രപഞ്ചവാഹകർ നമ്മളിലേക്ക് എത്തിക്കുന്ന സന്ദേശങ്ങൾ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഉത്ഭവത്തെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ അറിവുകളെ കൂടുതൽ തെളിമയുള്ളതാക്കും എന്നതിൽ സംശയമില്ല. ഈ പഠനത്തിൻ്റെ ഫലങ്ങൾ ഏപ്രിൽ 22 ആസ്ട്രോണമിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ ശാസ്ത്രലോകം കാത്തിരിക്കുന്നത് ആകാശത്തിൻ്റെ അജ്ഞാതമായ കോണുകളിൽ നിന്ന് വരുന്ന ഇത്തരം പുതിയ അറിവുകൾക്ക് വേണ്ടിയാണ്. വെബ് ഡെസ്ക് തത്വമൈ TV.